ഒരു കാഫറിനെ കണ്ടുകൊടുത്ത് വെച്ച് കൊല്ലണം. അപ്പോൾ സത്യം അറിഞ്ഞവർ മുസ്ലിങ്ങളിൽപ്പെട്ടവർ നബിയുടെ കാലഘട്ടം പോലെ ഓരോരുത്തരും അങ്ങനെ കൊല്ലേണ്ട ആവശ്യം. കാരണം ഇവരെല്ലാവരും തന്നെ ഈ ജൂതൻ്റെയും ക്രിസ്ത്യാനികളുടെ ഇടയിലായിരുന്നു. സത്യനിഷേധി എന്നാണോ അതോ അമുസ്ലിം എന്നാണോ? അമുസ്ലിം എന്നല്ല, ഞാൻ ദൈവമാണോ അള്ളാഹു ആണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അള്ളാഹു. ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ അതെങ്ങനെ വന്നു എന്നറിയാൻ പാടില്ല. അതുണ്ട്. ഞാൻ ഈ കാവ്യൊക്കെ ഇട്ട് നടക്കുന്നതിൻ്റെ പേരിൽ ഞാൻ BJP-കാരനാണോ എന്ന് സംശയിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. BJP-കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് BJP ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അല്ലാതെ അത് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞതല്ലോ, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കില്ല. സേമ അവരോട് ഞാൻ ഒരിക്കലും പറയും നിങ്ങളൊരു ബിംബത്തെ ആരാധിക്കുക, ആ ബിംബത്തിന് ശക്തിയുണ്ട്, അത് ഞാൻ പറയുന്നില്ല, തെറ്റാണ്. ഇന്നിപ്പോൾ പർദ്ദ ഇടണം എന്നുള്ളത് നിർബന്ധമാണ് ശരീരത്തിൽ ഓരോരുത്തർ പറയണം. സ്ത്രീ പുറത്തിറങ്ങി അവൻ പർദ്ദ ഇടണം. എനിക്ക് മനസ്സിലായിടത്തോളം സൂഫികൾക്ക് ഏറ്റവും നല്ല സ്ഥലം ഇന്ത്യ. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ചെറിയ മുസ്ലിം പള്ളിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. ഈ പള്ളി പ്രവർത്തിക്കുന്നത് MAGS എന്ന സൂഫി സെൻറ്ററിൻ്റെ കീഴിലാണ്. ഈ സൂഫി സെൻറ്ററിന് നേതൃത്വം നൽകുന്നത് ബാബ യൂനിസ് ഷായാണ്. ഇന്ന് ബാബ നമ്മോടൊപ്പം ചേരുകയാണ്. സൂഫിസത്തെ പറ്റിയിട്ടും മറ്റുമുള്ള വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം ബാബ. നമസ്കാരം. ബാബയുടെ പേര് യൂനിസ് ഷാ എന്നാണ്. അപ്പോൾ സൂഫിസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലിപ്പം താങ്കളുടെ ആചാര്യനാണ്. അപ്പോൾ അതിലെന്താണ് താങ്കളുടെ പേര്? അതിനെ ലക്കബ് എന്ന് പറയും. അത് സിദ്ദീഖ് പീർ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. എന്താണ് സൂഫിസം? സൂഫിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള ഒരു സത്യം, ഒളിഞ്ഞെടുക്കുന്നൊരു സത്യമുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അതിനെ ഒരു ഗുരുവിൽ നിന്നിട്ട് നമ്മൾ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ആ ഗുരു പരമ്പരയിലെ ഒരു അംഗമായി അവരുടെ ഒരു തർബീയത്തിൽ നിർദ്ദേശങ്ങളിൽ ജീവിച്ച് ആത്മീയമായി നമുക്ക് നമ്മളെ തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതിൻ്റേതായ ചില കർമ്മങ്ങളും ഇബാദത്തുകളും കാര്യങ്ങളും ഉണ്ട്. അതിലുമപ്പുറം സൂഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അത് ഇല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് സൂഫിസം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് വിവരിച്ച് തരേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. സൂഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായി ലോകാടിസ്ഥാനത്തിൽ സൂഫി വര്യന്മാരിൽ നിന്ന് കിട്ടുന്നൊരു സിദ്ധി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നിർദ്ദേശങ്ങൾ. ഇതിനുമപ്പുറം നമ്മളിലുള്ള ആ ശക്തിയെ തിരിച്ചറിയുക, അങ്ങനെ ആ വിഭാഗത്തിലൂടെ പോവുക എന്നുള്ളതാണ് സൂഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് സൂഫിസം? ഇസ്ലാമിൽ നിന്നും സൂഫിസം വ്യത്യസ്തമല്ല. ഇസ്ലാമെന്നല്ല സകല മതങ്ങളുടെയും ബേസ്മെൻറ്റ് സൂഫിസമാണ്. സൂഫിസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാം തുടങ്ങുന്നത് സൂഫിസത്തിൽ നിന്നാണ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സൂഫികളുള്ള ഏറ്റവും ഉന്നതി പദവി കരസ്ഥമാക്കിയവർ, നേടിയവർ. അതിൽ നിന്ന് വരുന്ന സഹാബത്തും അനുയായികളും ആണ് പിന്നീട് അത് സൂഫിസത്തെ കൊണ്ടുപോയത്. എത്ര നാളായിട്ട് സൂഫിസം താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? സൂഫിസം പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക കോളേജോ കാര്യങ്ങളോ ഒന്നും സൂഫിസത്തിനില്ല. പഠിക്കാനായിട്ട് നമ്മളുടെ ചിന്താധാരയെ വളർത്തിയെടുക്കുക, അതൊരു ഗുരുവിനെ ലഭിക്കുക. എൻ്റെ ഗുരു ഖാജ ഗൗസി പീറാണ്, സയ്യിദ് മുഹമ്മദ് ഹാരിസ് ഷാ ഖാദിരി ചിസ്തി. അവരാണ് കോഴിക്കോട്, അവരാണ് എൻ്റെ ഗുരു. അവരുടെ കൂടെ ഞാൻ ചേർന്നിട്ട് ഏകദേശം 25 വർഷം പിന്നിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു ശിക്ഷണത്തിൽ വളരുക എന്നുള്ളതാണ്. സൂഫിസം ഉൾക്കൊള്ളുന്നത് ആ യഥാർത്ഥമായ ഏകത്വത്തെയാണ്. ആ ഏകത്വത്തിൽ നിന്ന് കൊണ്ടിട്ട് നമ്മൾ ആ വെളിച്ചത്തിലേക്ക് വരിക, ആ നൂറെന്താ എന്ന് മനസ്സിലാക്കുക. അതാണ് സൂഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സൂഫിസത്തിലേക്ക് താങ്കൾ എത്തിയത്? സൂഫിസത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഒരു
ഒരു യഥാർത്ഥമായ മതം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് അലഞ്ഞ ഒരാളാണ്. ഇസ്ലാം മതം എന്താണ്? ഇസ്ലാം മതം എന്താണെന്നുള്ളത്. അപ്പോൾ പലതിലും നമ്മൾക്ക് അതൊരു ലോജിക്ക് ഒത്തില്ല. പല സംഭവങ്ങളും പഠിച്ച് ഒരുപാട് ഉസ്താദന്മാരുടെ കൂടെ നടന്ന് പലതിലും ലോജിക്ക് ഒക്കാതെ വന്നപ്പോൾ ഞാനൊരു യാത്ര പോയി അജ്മീർക്ക്, 2 വീലറിന് ഒറ്റയ്ക്ക് യാത്ര പോയി. ഇവിടെ എറണാകുളത്തു നിന്ന് പോയി നേരെ രാജസ്ഥാനിൽ പോയി. ഞാൻ ഒരുപാട് ദർഗകൾ സന്ദർശിച്ചു, ഒരുപാട് ആളുകളെ കണ്ടു. അപ്പോൾ അവരിലെല്ലാം ഒരു പ്രത്യേകത കണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ അജ്മീർ ചെന്ന് അവിടെ കുറച്ച് ദിവസം അവിടെ കൂടി തിരിച്ചു പോന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ആത്മീയ ഗുരുവിനെ കിട്ടുന്നത്. അപ്പോൾ മറ്റെല്ലാ രീതിയിൽ നിന്നും മറ്റെല്ലാ വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സൂഫിസത്തെ എനിക്ക് കാണാൻ സാധിച്ചത്. സൂഫിസത്തിൽ വരുമ്പോൾ നമുക്കൊരു ശാന്തി സമാധാനമുണ്ട്. കാരണം അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേപോലെ സ്ഥാനം കൊടുക്കുന്ന ഓരോ വിശ്വാസങ്ങൾ ഓരോ ആളുകൾക്കുണ്ടെങ്കിൽ തന്നെ എല്ലാവരെയും മനുഷ്യരായി കാണുക, അവരിലുള്ള മനുഷ്യനിലുള്ള നന്മകളെ വളർത്തിയെടുക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതുപോലെ തോന്നി. ഒന്നിനോട് വിദ്വേഷമില്ല. സൂഫിയാക്കളെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ ഒരു പ്രതികാര ബുദ്ധിയുള്ളവരല്ല, അക്രമ സ്വഭാവമില്ല, ക്ഷമാശീലരാണ്. അങ്ങനെ സൂഫികളിൽ ഒരുപാട് ഗുണങ്ങൾ കാണാൻ സാധിച്ചു. എല്ലാവരെയും മനുഷ്യരായി കാണാം, എല്ലാ ജീവികളെയും മനുഷ്യരായി കാണുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആ പാഠങ്ങളാണ് എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എനിക്ക് ഞാനത് 100% സൂഫിസമാണ് ശരി, ലോകത്ത് ഏറ്റവും നല്ലത് ഒരു സൂഫി മാർഗമാണ് എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തു. ഞാൻ അവരുടെ കൂടെ കൂടി. എങ്കിൽ തന്നെയും ഒരു സൂഫി എന്ന് പറഞ്ഞ ഒരു യാത്രക്കാരൻ, യഥാർത്ഥത്തിൽ ഒരു അന്വേഷകനാണ് സൂഫി എന്ന് പറയുന്നത്. അത് തീരണില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് സൂഫി എന്നുള്ള ഒരുപാട് നിർവചനങ്ങളുണ്ട്. പിന്നെ പലതും നമ്മൾ അതിൻ്റെ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അതൊരു എന്താ പറയുക, വിമർശിക്കപ്പെടേണ്ട ഒന്നായിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ മാറാൻ സാധ്യതയുണ്ട്. പല വിശ്വാസികളാണ്. അപ്പോൾ അവരുടെ ഇടയിലെല്ലാം വ്യത്യസ്തമായ ആശയങ്ങളും രീതികളും ഉണ്ട്. അപ്പം നമ്മൾ ഒരു എന്താ പറയുക, സൂഫിസത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച് അതൊരു ചർച്ചാ വിഷയത്തിലേക്ക് പോകേണ്ട എന്നുള്ളൊരു നിലപാടുകാരനാണ് ഞാൻ. അപ്പം ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ സൂഫിസത്തെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം മതത്തിൽ അത് അവരുടെ അജ്ഞതയാണ്. അവർ സൂഫിസത്തെക്കുറിച്ച് യഥാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ എതിർക്കില്ല. കാരണം ഇസ്ലാം മതത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാനും. ഇന്നിവിടെ ലോകത്ത് ഭൂരിപക്ഷം വരുന്ന യുവാക്കളുടെയിലേക്ക് സൂഫിസം ഭയങ്കരമായ സപ്പോർട്ടിങ്ങിലൂടെ കടന്നുകയറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. പല യുവാക്കളും നല്ല ചിന്താഗതിയുള്ള ആളുകൾ എല്ലാം ഇന്നിപ്പോൾ ഈ പറഞ്ഞ ഇവരെ ഒന്നും തന്നെ എന്താക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരെല്ലാം നല്ല ചിന്താധാരയുള്ളവരാണ്. അവരൊരുപാട് ചിന്തിക്കുന്നുണ്ട്, ഏതാ ശരി. പിന്നെ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ പലതും എന്താ പറയണ, പല ലോജിക്കൊക്കാത്ത പല സംഭവങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് അപ്പോൾ അവർ ഈ ചിന്തിക്കുന്ന ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകൾ ഈ നിരീശ്വരവാദത്തിലേക്ക് പോകാനായിട്ട് ഇതൊരു കാരണമാണ്. അവർക്ക് യഥാർത്ഥമായ സത്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആനിലൊരു ഭാഗം സാന്ദർഭികമായിട്ട് പറയാൻ എല്ലാവരുടെ അടുത്തും ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഖുർആനിലൊരു ഭാഗമുണ്ട്. അതായത് ഒരു കാഫിറിനെ കണ്ടുകൊടുത്ത് വെച്ച് കൊല്ലണം എന്നൊരു ഭാഗം പഠിക്കാൻ വേണ്ടി. അതൊക്കെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, അതായത് തർക്കങ്ങളിലേക്ക് വരും. നമ്മൾക്ക് ഈ സൂഫികളെ സംബന്ധിച്ച് പറഞ്ഞാൽ തർക്കങ്ങളിൽ താല്പര്യമില്ല. എന്നാലും അതിൻ്റെ ഒരു ഉദ്ദേശം, ആ ആയത്ത് വളരെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആയത്താണ്. ആ ആയത്ത് വായിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ TV ചാനലുകൾ നമ്മൾ ചർച്ചകളെല്ലാം കേട്ടിട്ടുള്ളതാണ്. കാഫിർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം അല്ലാത്ത ഒരാൾ, ഇസ്ലാം അല്ലാതെ അങ്ങനെയാണ് വെപ്പ്.
മുസ്ലിം അല്ലാത്തവരെയാണ് അമുസ്ലിങ്ങൾ എന്ന് പറയുന്നവരെയാണല്ലോ കാഫിർ എന്ന് പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ആ വാചകത്തിൻ്റെ അർത്ഥം അതല്ല. കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യനിഷേധി എന്ന്. സത്യനിഷേധി എന്ന് പറയുമ്പോൾ അതൊരു ഹിന്ദുവോ ക്രിസ്ത്യാനോ ആവണമെന്നില്ല, മുസ്ലിം അല്ലാത്തവരോ ആവണമെന്നില്ല. സത്യത്തെ അറിഞ്ഞിട്ടും പിന്തിരിഞ്ഞു പോയവരെയാണ് കാഫിർ എന്ന് പറയുന്നത്. അപ്പോൾ സത്യം അറിഞ്ഞവർ മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ്. സത്യം പറഞ്ഞവർ മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവരാണ് കാഫിർ. അവരെയാണ് കൊന്നോളാൻ പറഞ്ഞേക്കണം. അതല്ലാതെ മറ്റ് ഹിന്ദുവിനെയോ ക്രിസ്ത്യനെയോ അല്ലെങ്കിൽ ജൂതനെയോ അല്ല ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അങ്ങനെയാണ് എങ്കിൽ അന്ന് മുതലേ നബിയുടെ കാലഘട്ടം മുതലേ ഓരോരുത്തരും അങ്ങനെ കൊല്ലേണ്ടതായിരുന്നു. കാരണം ഇവരെല്ലാവരും തന്നെ ഈ ജൂതൻ്റെയും ക്രിസ്ത്യാനികളുടെ ഇടയിലായിരുന്നില്ല. രാവിലെ തന്നെ ഓരോ വാളെടുത്തുകൊണ്ട് ഇറങ്ങണം, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും. അന്ന് അവിടെ ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനിനെയും യൂതനെയൊക്കെ കൊല്ലാനായിട്ട് അങ്ങനെ ഒരാളെയും കൊന്നതായിട്ട് ചരിത്രമില്ല. കാഫിർ എന്ന വാക്കിൻ്റെ അർത്ഥം സത്യനിഷേധി എന്നാണോ അതോ അമുസ്ലിം എന്നാണോ? അമുസ്ലിം എന്നല്ല, സത്യനിഷേധി. അതായത് കാഫിർ എന്ന പദത്തിന് ഒരിക്കലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിട്ട് ധരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ജൂതനായിട്ട് ധരിക്കേണ്ട എന്നാണ്. ഇതൊക്കെ നമ്മൾ സമൂഹത്തിലെ ഇടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എതിർപ്പുകളുണ്ടാവും, മനസ്സിലാണ്. അതുകൊണ്ടിട്ട് നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാൻ നമുക്കിന്നിവിടെ സാഹചര്യങ്ങളില്ല, അവസരങ്ങളില്ല. കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ഇടവരും. ശരീഅത്ത് നിയമത്തിൽ സൂഫികൾ വിശ്വസിക്കുന്നുണ്ടോ? ശരീഅത്ത് നിയമത്തിൽ സൂഫികൾ വിശ്വസിക്കുന്നുണ്ട്. ശരീഅത്ത് നിയമം, ശരീഅത്ത് കൂടാതെ നമുക്ക് ഒന്നുമില്ല. ശരീഅത്ത് നിർബന്ധമാണ്, ശരീഅത്ത് വേണം എന്നുള്ളത് നിർബന്ധമാണ്. എന്തെങ്കിലും മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ അതിൽ ഏതെങ്കിലും നിയമങ്ങളൊക്കെ? അതിപ്പോൾ മാറ്റണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലതുണ്ട്. അങ്ങനെ മാറ്റണമെന്നല്ല, ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതെങ്ങനെ വന്നു എന്നറിയാൻ പാടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ആലോചിച്ച് കഴിയുമ്പോഴാണ് നിരീശ്വരവാദിയായി പോകണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നിനൊന്നുമില്ല, വ്യക്തമായ മറുപടിയില്ല, മനസ്സിലായ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു പണ്ഡിതനാണ് വന്നത് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ എനിക്ക് അവരോട് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവാദമായി മാറുമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല. അപ്പം ഇവിടെ ഇതിപ്പോൾ സൂഫി സെൻ്ററാണ്. ഇവിടെ ഒരു ചെറിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് താങ്കളുടെ അനുയായികൾക്ക് താങ്കൾ നൽകുന്നത്? ഇവിടെ ഞാൻ അവർക്ക് കൊടുക്കുന്ന പാഠം, ഒരു മനുഷ്യൻ എങ്ങനെ ഒരു മനുഷ്യനായി മാറണം, അവൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം കളയണം. ഇതെല്ലാം ഈ എന്താണ് സൂഫി എന്നുള്ളതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. സൂഫിസം എന്നാൽ എന്താ എന്ന് ആദ്യം തന്നെ ഒരു ചോദിച്ചല്ലോ. അത് തീരണല്ല, പറഞ്ഞു തീരൂല ഒരിക്കലും. പല പല നിർവചനങ്ങളാണ്. ഇത് എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ, അവനെങ്ങനെയാണ്, അവൻ ആദ്യം എന്തിനെയാണ് മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് വിശ്വസിക്കേണ്ടത്. ഒരു ശിഷ്യൻ ആദ്യം വന്നാൽ അവൻ ആദ്യം അറിയേണ്ടത് അവനെയാണ്. അവൻ്റെ ഉള്ളിലുള്ള ശക്തിയെ അവൻ തിരിച്ചറിയണം. അതിൽ ഖുർആനിൽ തന്നെ ഹദീസുകളെ പല ഭാഗങ്ങളിൽ പല രീതിയിലും അതിനെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരിടത്ത് പറയുന്നുണ്ട്, മന്നറഫ നഫ്സുഹു ഫഖദറഫ റബ്ബുഹു എന്ന് പറയും. ഏതൊരുവൻ അവൻ്റെ ശരീരത്തെ അറിഞ്ഞു അവനവൻ്റെ റബ്ബിനെ അറിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവനിൽ റബ്ബ് ഉണ്ട് എന്നാണ്. ഉദാഹരണം ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവമാണോ, നിങ്ങൾ ആൾ ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് പറയാനുള്ള മറുപടി, ആരും ഇവിടെ ആൾ ദൈവമായിട്ടില്ല. ഞാൻ ദൈവമാണോ, അള്ളാഹു ആണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ അള്ളാഹു അല്ല, പക്ഷേ എന്നിൽ അള്ളാഹു ഉണ്ട്. അത് അങ്ങനെ എല്ലാവരിലുമുണ്ട് ദൈവം, അവരുടെ ദൈവം. അപ്പോൾ അതിനെ ആദ്യം കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് ഈ പ്രകൃതി, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നറിയുക, അവിടെ ഒരു ലയനം പ്രാപിക്കുക. അപ്പോൾ അവരിലേക്ക് ആദ്യം കൊടുക്കുന്ന അതിനുള്ള ആരാധന മുറകളുണ്ട് സൂഫിസത്തിൽ, ധ്യാനമുറകളുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് അവരിലേക്ക് എത്തിക്കുക. അവരത് ഇപ്പോൾ എന്നിലേക്ക് വരുന്ന, ദീക്ഷ സ്വീകരിച്ച് വരുന്നവരെല്ലാവരും അത് സ്വീകരിച്ച് അത് പരിപൂർണമായും ഫോളോ ചെയ്യുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. കുറച്ച് പേരുണ്ടാവും, കുറച്ച് പേര് പോവും. പല രൂപത്തിലാണ് നിൽക്കുന്നവർ. ചെയ്യുന്നവർ അനുഷ്ഠിക്കേണ്ട കാര്യം ബൈക്ക് വഴിയായിട്ട് ഓരോന്നോരോന്ന് തർത്തീബ് അനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യം അവർ മെഡിറ്റേഷൻ ചെയ്ത് അവരൊരു രൂപത്തിന് അവരെന്താക്കുക, അവരെ തന്നെ ഒന്ന് തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക.
അവരെ ക്രമീകരിച്ചെടുക്കുക, അവരെ സംസ്കരിച്ചെടുക്കുക. അപ്പോൾ ഒരു സ്വയം പര്യാപ്തതയിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഒരു വ്യക്തിയെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് തന്നെ അവരെ നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് തന്നെ ആയി മാറണം. പുറമേ ദൈവം അല്ല, അവൻ്റെ ഉള്ളിലാണ് ദൈവം. അവൻ്റെ എല്ലാ സകല പ്രാർത്ഥനകളും അവനിലേക്ക് തന്നെയാണ് സമർപ്പിക്കേണ്ടത്. അവസാനം അവനെ തിരിച്ചറിയേണ്ട അവസ്ഥ. അത് ഓരോ ആളുകളും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചായി വരും. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് സൂഫികൾ. തീർച്ചയായിട്ടും 100% സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് പലതും തുറന്നു പറയാൻ പറ്റാത്തത്. പറയാനേറെ ഉണ്ട്, പറയാൻ ഒത്തിരി ഉണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യമോ സമയമോ അല്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന, അത് പ്യൂരിഫിക്കേഷൻ ചെയ്തെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിലേക്ക് മാത്രം അത് കൊടുക്കാം മനസ്സിലാവും വിധം. പബ്ലിക്കായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അധികാരമില്ല, അതിനുള്ള സമ്മതവും നമുക്കില്ല. കാരണം പലതും മറിഞ്ഞു വീഴും. ഇപ്പോൾ അലി ഇബ്നു അബി താലിബിൻ്റെയും അതേപോലുള്ള മഹാന്മാരുടെയൊക്കെ വാചകങ്ങളിൽ കാണാം, അബൂ ഹുറൈറയുടെ വാചകങ്ങളിൽ കാണാം, എനിക്ക് 2 പാത്രത്തിൽ ഇൽമ നൽകിയിട്ടുണ്ട്, അതിൽ ഒരു പാത്രത്തിലുള്ളത് മാത്രമേ ഞാനിവിടെ വിതരണം ചെയ്തിട്ടുള്ളൂ, മറ്റേ പാത്രത്തിലുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല ഛേദിക്കപ്പെടും എന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാം. അപ്പോൾ അതിൽ ഒരു ഉത്സാരമുണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റിയതുകൊണ്ട് പറയാൻ പറ്റാത്തതുണ്ടെന്നുള്ള എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയും കൂടി ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ. തീവ്ര വിശ്വാസികളല്ല സൂഫികൾ ആണോ? തീവ്ര വിശ്വാസികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ യാതൊരു വിശ്വാസവും ഇല്ല. പക്ഷെ തീവ്ര വിശ്വാസം ഒന്നിൽ മാത്രമാണ് അവർക്ക് തീവ്ര വിശ്വാസമുള്ളത്. അവർ വിശ്വസിക്കുന്ന ഏക ദൈവത്തിലേക്ക്. അതിൽ അവർക്ക് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും ഇല്ല. അവർ ആ ഏക ഇലാഹിൽ തന്നെ വിശ്വസിക്കും. അവരിൽ വരുന്ന നന്മയും തിന്മയും എല്ലാം ആ ഏക ഇലാഹിൽ നിന്ന്, അതായത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കണമെന്ന് ഷാഢ്യമുള്ളവരാണ് സൂഫികൾ. മറ്റു മതത്തിൽ നിന്നും സൂഫിസത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്, തീർച്ചയായും. അതായത് മറ്റു മതത്തിൽ നിന്ന് സൂഫിസത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. എല്ലാ മതങ്ങളിലും സൂഫിസമുണ്ട്. എല്ലാ മതങ്ങളുടെയും ബേസ്മെൻറ്റ് സൂഫിസമാണ്. അതായത് ഈ ആശയം ഉൾക്കൊള്ളുന്നവർ ആരാണോ അവർ ആ സൂഫി അതിർത്തിയിലുള്ളവരാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിടത്തോളം മഹാത്മാഗാന്ധി അദ്ദേഹം വലിയൊരു സൂഫിയാണ്. അതേപോലെ അബ്ദുൽ കലാം ആസാദ്, ശ്രീനാരായണ ഗുരു, അവരൊക്കെ ആശയം വെച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ ശാന്തതയും സമാധാനവും അവരുടെ എന്താ പറയുക ഈ സമൂഹത്തിലേക്ക് അവർ കൊടുത്ത മെസ്സേജുകളും വെച്ച് പരിശോധിക്കുമ്പോൾ അതും നമ്മളുടെ മെസ്സേജ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇസ്ലാം മതത്തിലേക്ക് മറ്റൊരു മതസ്ഥൻ കടന്നു വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യേണ്ടതാണോ? അതായത് സുന്നത്ത് ചെയ്ത് അല്ലെങ്കിൽ അതേ രീതിയിൽ മതമൊക്കെ പഠിച്ചതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും? സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട്, അത് ഫർളല്ല. ഇപ്പം ഇസ്ലാമിൽ ഫർളായ കാര്യങ്ങളും സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. സുന്നത്ത് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. അപ്പോൾ അതിൽ തന്നെ പ്രത്യേകമായ സുന്നത്തുകളുണ്ട്. അങ്ങനെ ആ പ്രത്യേകമായ സുന്നത്തുകൾ അത് ചെയ്യണം എന്നുള്ളതും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സുന്നത്ത് ചെയ്തില്ല എന്നോർത്ത് ഒരു തെറ്റായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്യുക എന്നുള്ളതാണ് ഇത്. ഇപ്പോൾ ചെയ്തില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം ഈ സഹാബത്തിൻ്റെ ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ ആരൊക്കെ സുന്നത്ത് ചെയ്തിട്ടുണ്ടെന്ന് എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിലേക്ക് വന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു, ഇവരൊക്കെ സുന്നത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, കാണാൻ സാധിച്ചിട്ടില്ല. അതേ രീതിയിൽ എന്തെങ്കിലും ആചാരമുണ്ടോ സൂഫിസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നേരെ വന്ന് ആചാര്യനെ കണ്ട് ശിഷ്യത്വം എടുക്കുക. ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഹിന്ദുക്കളായവരും ക്രിസ്ത്യാനികളായവരൊക്കെ ഈ ആശയത്തെ പിൻപറ്റി ഏക ഇലാഹിൽ ഏക ദൈവം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരോടൊന്നും ഞാൻ സുന്നത്ത് അയക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പേര് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവരവരുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇവിടെ മാറേണ്ടത് എന്താണ്? മതമല്ല മാറേണ്ടത്. മതം മാറിയതുകൊണ്ട് കാര്യമൊന്നുമില്ല, മനസ്സാണ് മാറേണ്ടത്. പേര് മാറിയതുകൊണ്ടും കാര്യമില്ല. എന്താണ്? നമ്മുടെ ആശയം, നമ്മുടെ വിശ്വാസത്തിലാണ് മാറ്റം വരേണ്ടത്.
അത് നല്ല വിശ്വാസമായിരിക്കണം. ഈ പ്രകൃതിയെ സ്നേഹിക്കുക, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയാണ് നമ്മളെല്ലാവരും, അതിനൊരു നാഥനേ ഉള്ളൂ, ആ നാഥനുണ്ട് എന്ന് വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു അവർക്ക് അവരുടെ നാഥൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്. അതായത് അൽ-ബഖറ സൂറത്തിൽ 62-ാമത്തെ ആയത്തെടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിലെന്താണ് പറയുന്നത്? അതാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു അവർക്ക് അവരുടെ നാഥൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്, അവരോട്ട് ദുഃഖിക്കുകയുമില്ല. പക്ഷെ എന്നിട്ടും അന്ധവിശ്വാസികളാണ് സൂഫികൾ എന്നാണ് ഇസ്ലാം മതസ്ഥർ പറയുന്നത്. ഇസ്ലാം വിശ്വാസികൾ അന്ധവിശ്വാസം, അതായത് അന്ധമായി വിശ്വസിക്കുന്നവർ. ഇവിടെ അന്ധമായി വിശ്വസിക്കാത്തവരാരുമില്ല. സകല ഈ പറയുന്ന എല്ലാ മുസ്ലിങ്ങളും അന്ധവിശ്വാസികളാണ്. എന്തുകൊണ്ട്? ഏതുകൊണ്ട്? അള്ളാഹുവിനെ കണ്ടുകൊണ്ട് വിശ്വസിച്ചവരല്ല ആരും. അള്ളാഹു ഉണ്ട് എന്ന് അന്ധമായി വിശ്വസിക്കണം. ആണോ അല്ലേ? ദൈവത്തെ കണ്ടിട്ടല്ല എല്ലാവരും വിശ്വസിച്ചേക്കണം. സകല ആൾക്കാരും ഇപ്പം നമ്മൾ ആരൊക്കെ തന്നെയാണെങ്കിലും ദൈവമുണ്ട് എന്നുള്ള ആ ഊഹത്തിൽ വിശ്വസിച്ചേക്കണം. അതിനാണല്ലോ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ വാക്കർത്ഥത്തിലെടുത്ത സകല ആൾക്കാരും അന്ധവിശ്വാസികൾ. എന്തെങ്കിലും മന്ത്രവാദം അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ സൂഫിസത്തിലുണ്ടോ? ഇല്ല. അതിനൊക്കെ സൂഫികൾ, യഥാർത്ഥ സൂഫികൾ അതിനൊക്കെ എതിരാണ്. മന്ത്രവാദം വരുമ്പോൾ തന്നെ തൗഹീദിൽ നിന്ന് വെളിയിലായി. അതായത് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് പുറത്തുപോയി. മന്ത്രവാദം വരുമ്പോൾ വേറെ ശക്തിയെ പ്രാപിക്കലാണ് മന്ത്രവാദം. ദൈവത്തെ പ്രാപിക്കുന്നവൻ മന്ത്രവാദം ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുന്നവൻ മന്ത്രവാദത്തിന് സ്ഥാനമില്ല. അവനിക്ക് വിഷമം വന്ന അവൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പറയുക, മാറ്റിത്തരുന്നവൻ അവനാണ്. അതെല്ലാം സൂഫി ആചാര്യന്മാരുടെ ഇടയിൽ അതെല്ലാം തെറ്റാണ്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇസ്ലാം മതസ്ഥിതി സൂഫിസത്തെ എതിർക്കുന്നതും ഇത്ര ദേഷ്യത്തോടെ കാണുന്നതും? അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവാം. അതിനിപ്പോൾ നമ്മൾക്ക് ഒരിക്കലും സൂഫികളാരും തന്നെ ഷാഠ്യം പിടിക്കണില്ല, ആരും ഞങ്ങളെ എതിർക്കരുത് എന്നുള്ളൊരു ഷാഠ്യമൊന്നും നമുക്കില്ല. ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫികൾക്ക് ഒരുപാട് സമാധാനമുണ്ട്. വേറെ പല രാജ്യങ്ങളിലും അവരെ കൊന്നുകളഞ്ഞിട്ടുള്ള അവസ്ഥകളുണ്ട് പണ്ട് മുതലേ. ഇവിടെ ഇപ്പോൾ ആരും ഒന്നും കൊല്ലണമല്ലോ, വാക്കുകൊണ്ടല്ലേ പറയുന്നുള്ളൂ. ഇന്ത്യയിൽ സൂഫിസത്തിന് ഒരു തടസ്സവുമില്ല, സ്വാതന്ത്ര്യത്തോടെ കൂടി സ്വാതന്ത്ര്യത്തോടെ. ഇപ്പോഴെല്ലാം പണ്ടും ഇപ്പോഴെല്ലാം തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ രാജഭരണ കാലഘട്ടങ്ങളിൽ സൂഫികളെ കൊന്ന ചരിത്രമുണ്ട്, പല ചരിത്രങ്ങളുമുണ്ട്. ഈ ഇസ്ലാം മതം വിശ്വസിക്കാതെ സൂഫിസത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഒന്ന്? അല്ല, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഈ ശരീഅത്ത് കോടതി സൂഫികളെ കൊന്നിട്ടുണ്ട്. ഇപ്പം ശരീഅത്ത് പോലെ തന്നെ നമുക്ക് സൂഫിസത്തിലും ആ രീതിയിലുള്ള എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? നിയമങ്ങൾ എല്ലാത്തിലും ഉണ്ട്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂഫിസത്തിൽ അതിൻ്റെ വേറൊരു പേര് തുരീഖത്ത് എന്നാണ്. അതിൻ്റെ തുരീഖത്തിൻ്റെ മാർഗത്തിൽ തുരീഖത്തിൻ്റെതായിട്ടുള്ള ശരീഅത്തുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ശരീഅത്ത് ഈ പരിപൂർണമായ ശരീഅത്തിലേക്ക് കടക്കാൻ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീഅത്ത് നിയമമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അത് ഏതെങ്കിലും അറബിക് കൺട്രിയിലേ പറ്റുള്ളൂ. ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൂ. ഇവിടുത്തെ ഭരണഘടന അത് ശരീഅത്ത് കൊണ്ടിട്ടുണ്ടാക്കിയ ഒരു ഭരണഘടനയല്ല. അപ്പം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ്. പിന്നെ നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ശരീഅത്ത് നമുക്ക് പാലിക്കാൻ മാത്രമേ ഉള്ളൂ. ശരീഅത്ത് നിയമമാണ് കട്ടവൻ്റെ കൈ വെട്ടുക എന്നുള്ളത്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പോൾ ഒരു പലിശയും ബന്ധപ്പെടാത്ത കാര്യങ്ങളായിരിക്കണം ശരീഅത്ത്. ശരീഅത്തിൽ ഒരിക്കലും ഒരു പലിശയായിട്ട് എന്തില്ല, കണക്ഷനില്ല. പലിശ വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അതിന് കണക്കെഴുതാൻ പാടില്ല, സാക്ഷി നിൽക്കാൻ പാടില്ല. ഇതൊക്കെ ശരീഅത്തെ ബന്ധപ്പെട്ട. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു ശരീഅത്ത് പരിപൂർണമായി പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു വീട്ടിൽ കയറി ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇതിൽ വല്ല പലിശ ഉണ്ടോ എന്ന് അവർ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും, ഇത് എങ്ങനെ ഉണ്ടാക്കിയ പൈസയാണെന്ന് അവർ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ് ലോൺ ഉണ്ടോ എന്ന് പരിശോധിക്കണം, പലിശ കൊടുക്കുന്നുണ്ടോ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ പരിപൂർണമായ പക്ക ശരീഅത്തിലൊന്നും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റില്ല.
അതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്. ആ, അത് ഇസ്ലാമിൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലിശ ഹറാമാണ്. ഇതാണ് അതിൻ്റെ നിയമവ്യവസ്ഥ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഏത് വണ്ടി തന്നെ എടുത്ത് നോക്കിയാലും അവർക്കൊക്കെ വാഹനങ്ങളുണ്ട്, അതിനെല്ലാം ഇൻഷുറൻസ് അടക്കുന്നുണ്ട്. ഇൻഷുറൻസ് എന്താണ്, അതൊന്നും ഇസ്ലാമികമല്ല. ഇവിടുത്തെ നിയമം അനുസരിച്ചാണ് അവിടെ ജീവിക്കണം. മനസ്സിലാവണ്ട. ഇപ്പം കട്ട് കഴിഞ്ഞാൽ കൈ വെട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ വ്യഭിചരിച്ച് കല്ലെറിയാൻ പറ്റില്ല. ഇവിടെ ഇന്ത്യയുടെ നിയമമുണ്ട്, കോടതിയുണ്ട്. അല്ലാണ്ട് ഞാൻ പക്ക ശരിയെത്തിപ്പോളൂ അതുകൊണ്ട് ഇവിടെ ശരിയെത്തി നടപ്പാക്കണം, അത് ഇന്ത്യയിൽ പറ്റില്ല. അതുപോലെ അറബി രാഷ്ട്രങ്ങളിൽ, സൗദി അറേബ്യ, അതേപോലുള്ള അറബി ഭരണകൂടങ്ങളുള്ള സ്ഥലങ്ങളിൽ, ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നടത്താം. അല്ലാതെ ഇത് ഇന്ത്യയിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത്, ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കണം. പക്ഷേ അറബി നാടുകളിലും ശരീഅത്ത് നിയമങ്ങളൊക്കെ കുറച്ചൊക്കെ ഇളവുകൾ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് അല്ലേ? ഉണ്ടാവും, പലതുണ്ടാവും. ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ അമ്പലം വരെ പണിതില്ലേ? സൗദി അറേബ്യയിൽ വരെ അമ്പലം പണിത് അവിടുത്തെ ഗവൺമെൻറ് അനുമതി കൊടുത്ത് പണിതിട്ടുണ്ട്. സൂഫിസത്തിലേക്ക് വരുമ്പം ഈ സ്ത്രീകൾക്ക് എന്ത് പരിഗണന നൽകുന്നുണ്ട്? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഈ ഇസ്ലാം മതത്തിലെ പോലെ തന്നെ ഇപ്പം തട്ടമിടാതെ പുറത്തു പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഇവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു 50 വർഷം മുമ്പ് എൻ്റെ ഉമ്മമാരും അവരുടെ ഉമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഈ പർദ്ദയിട്ടവരല്ല. അവരെല്ലാം സാധാരണ ഒരു കുപ്പായവും തലമറിച്ച് സാധാ ഇതിൽ നടക്കണം. ഇന്നിപ്പോൾ പർദ്ദ ഇടണം എന്നുള്ള നിർബന്ധമാണ് ശരീഅത്തിൽ ഓരോരുത്തർ പറയണത്. സ്ത്രീ പുറത്തിറങ്ങിയാൽ പർദ്ദ ഇടണം. എനിക്കതിൽ വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവറത്ത് മറക്കണം. അത് പർദ്ദ തന്നെ ആവണമെന്നൊന്നുമില്ല. അത് നല്ല വസ്ത്ര ഇതിൽ നടക്കുക, ഇസ്ലാം അനുശാസിക്കുന്നത് പോലെ മറക്കേണ്ട ഭാഗങ്ങളെല്ലാം മറിച്ച് നടക്കുക, തലയിൽ തട്ടനിട. അപ്പോൾ തട്ടനിടാതെ നടക്കുന്നവരുണ്ട്, മനസ്സിലാകണ്ട. അതെല്ലാം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ്. ഇപ്പോൾ അവരെ നിർബന്ധിക്കൽ നമുക്ക് എന്താണ്, അതൊക്കെ ശരീഅത്തിൻ്റെ ഒരു ഭാഗമാണ്. നിർബന്ധിക്കുക ചെയ്യാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക നമുക്ക്, അത്രേ ഉള്ളൂ. അത്തരം നിർബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഇപ്പോൾ ഒരുപാട് പേര് ഇസ്ലാം മതം വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്? എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ സംഘടനയൊക്കെ രൂപീകരിക്കും. അതിപ്പോൾ ആർക്ക് പോയിട്ടുണ്ടെന്ന് അറിയാം, സംഘടന ഉണ്ടെന്ന് അറിയാം. പക്ഷേ അത് എന്താണ് ഞാനീ പറഞ്ഞില്ലേ, അത് അവർ ഈ ഗ്രന്ഥങ്ങളിൽ വരുന്ന ആ പുസ്തകങ്ങളും മറ്റും വായിച്ചിട്ട് അതിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർക്ക് ലോജിക്കാനും ബുദ്ധിക്ക് വരാത്ത, യുക്തിക്ക് യോജിക്കാത്ത സംഭവങ്ങൾ വന്നതിൻ്റെ പേരിലാണ് അവരങ്ങനെ ചെയ്യണത്. അവർ എന്താക്കുക, അവർ നല്ല സൂഫി ആചാര്യന്മാരെ കണ്ടുകൊണ്ടിട്ട് അവരുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ലൊരു, ഇപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് സ്വാതന്ത്ര്യമാണ്. അവർക്ക് നിരീശ്വരവാദിയാവാം, എക്സ് ഇസ്ലാം ആവാം, എക്സ് മുസ്ലിം, അങ്ങനെയൊക്കെ ആവാം. മറ്റു മതത്തിലേക്ക് പോകാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്കിപ്പോൾ അവരെ വേറെ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയേണ്ട കാര്യമില്ല, പോകണവരെ തടയേണ്ട കാര്യമില്ല. ഇതെല്ലാം അള്ളാഹു നിശ്ചയിക്കുന്ന കാര്യങ്ങളാണെന്ന് ആദ്യം വിശ്വസിക്കുക. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് തന്നെ വിശ്വസിക്കണം. ഇപ്പോൾ ബാബയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ബാബയുടെ വസ്ത്ര രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കാവി ഷോളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ഹിന്ദു ആചാര്യനാണോ അല്ലെങ്കിൽ BJP പ്രവർത്തകനാണോ എന്നൊക്കെ തോന്നും. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതുണ്ട്. ഞാൻ ഈ കാവ്യൊക്കെ ഇട്ട് നടക്കുന്നതിൻ്റെ വെള്ളി ഞാൻ BJP കാരനാണോ എന്ന് സംശയിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതിവിടെ ഉറൂസിന് കൊടിയേറ്റുമ്പോൾ കാവി കൊടിയൊക്കെ കയറ്റും. അപ്പോൾ നമ്മളൊക്കെ BJP കാരാണ് എന്നുള്ളൊരു ധാരണ പല ആളുകൾക്കുണ്ട്. പിന്നെ BJP കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് BJP ആണെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം അവരും മനുഷ്യരാണ്. അവരും ഇന്ത്യയിൽ ഇവിടെ ഈ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ BJP ആണോ അല്ലെങ്കിൽ AP സുന്നി ആണോ, മുസ്ലിമാണോ, തബ്ലീഗാണോ, അതൊന്നും അല്ല ഇവിടെ വിഷയം. ആര് നല്ല മനുഷ്യരാണോ അവരാണ് ഇവിടുത്തെ വിഷയം. അല്ലാണ്ട് ഞാനിപ്പോൾ മുസ്ലിമാണെന്നൊന്നും എനിക്കൊന്നും നേടാനില്ല. ഞാൻ യഥാർത്ഥ മുസ്ലിം ആകുമ്പോൾ മാത്രമാണ് എനിക്ക് നേട്ടം ഉണ്ടാവുള്ളൂ. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആരെ അനുസരിക്കണമെന്നുള്ളതാണ് അവിടുത്തെ പിന്നത്തെ ചോദ്യം. അവൻ അനുസരിക്കുന്ന ആരെയാണ്? ദൈവത്തെ, അള്ളാഹുവിനെ അനുസരിക്കണം. അനുസരിക്കുന്നതിന് മുമ്പ് അവൻ ആ ദൈവത്തെ കണ്ടെത്തണം, മനസ്സിലാക്കണം. ആ ദൈവമായിട്ട് സമ്പർക്കം വേണം.
മനസ്സിലായോ? അപ്പം അതെല്ലാം നമ്മൾ കൂടി ഈ സൂഫിസത്തിൻ്റെ ആ പാഠങ്ങളിൽ കൂടി അവരുടെ ഗുരുക്കന്മാർ കൊടുക്കുന്ന പാഠങ്ങളാണ്. അപ്പം ഇത് ആരാണെന്നുള്ളതല്ല. ഇപ്പോൾ BJP ആണോ എല്ലാം ഇപ്പോൾ അള്ളാഹു എല്ലാത്തിൻ്റെ അധിപൻ അള്ളാഹു ആണ്. BJP ആയാലും ശരി, RSS ആയാലും ശരി, സുന്നി ആയാലും ശരി, എന്തെടുത്ത് നോക്കിയാലും ഇപ്പോൾ ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, അങ്ങനെ ഏത് തലത്തിലെടുത്ത് നോക്കിയാലും ഇതിൻ്റെ എല്ലാം കാര്യകർത്താവ് അള്ളാഹു ആണ്. അല്ല എന്ന് പറയാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. ഒരു ഏകദൈവ വിശ്വാസിക്ക് സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിൽ തന്നെ പഠിപ്പിക്കണം എന്താ, നന്മയും തിന്മയും എന്നിൽ നിന്ന് തന്നെ. ഈ ലോകം മുഴുവനും പടച്ചത് അള്ളാഹുവാണ്, എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉൾപ്പെട്ടോ ഇല്ലേ? അതെ, ഉൾപ്പെട്ട്. പിന്നെ നമ്മൾ പിന്നെ ആരോട് പറയാനാ? അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരാളാണ് താങ്കൾ. പിന്നെ എന്തുകൊണ്ടാണ് പള്ളിയോട് ചേർന്ന് തന്നെ മറ്റു മതസ്ഥർക്കും കൂടി അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? അവരെയും അള്ളാഹു തന്നെ പടച്ചാണ്. അവരെ ആരാധന, ആ പ്രാർത്ഥന അവർ ആ ദൈവത്തിലേക്ക് തന്നെ പോട്ടെ എന്നും പറഞ്ഞിട്ടാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അസീമ അവരോട് ഞാൻ ഇപ്പോൾ ഒരിക്കലും പറയും നിങ്ങളൊരു ബിംബത്തെ ആരാധിക്കുക, ആ ബിംബത്തിന് ശക്തിയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഏതൊരു മനുഷ്യനായ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ, ഏക ഇലാഹ്, ഈ പ്രപഞ്ചനാഥനായ ഒരു ദൈവമുണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ നമ്മളെ പ്രാർത്ഥനയും നമ്മുടെ നോട്ടവും നമ്മുടെ കർമ്മങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് നല്ലതാണ്. ബിംബത്തെ എപ്പോഴെങ്കിലും സൂഫികൾ ആരാധിച്ചിട്ടുണ്ടോ? അതായത് ബിംബത്തെ സൂഫികൾ ആരാധിച്ചതായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് തെറ്റാണ്. അതായത് അവരുടെ വിശ്വാസങ്ങൾക്ക് തെറ്റാണ്. ബിംബാരാധന സൂഫികളുടെ എന്നല്ല, ഇസ്ലാമുകളുടെ തന്നെ തെറ്റായ ഇതാണ്. അതിനെതിരെയാണ് നബി വന്നതും. ആ ബിംബാരാധനയിൽ നിന്ന് മോചിതരാകാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സകല മനുഷ്യരോടും പറഞ്ഞത്. ഒരു മുസ്ലിമിനോടല്ല പറഞ്ഞത് ബിംബത്തെ ആരാധിക്കരുത്. സകലമാന ലോകത്തിന് അനുഗ്രഹമായി വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി. ഇപ്പം നബി മാത്രമല്ല, ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ബിംബത്തെ ആരാധിക്കരുതെന്നാണ്. അപ്പോൾ ആ ആശയം ഈ ആശയത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. അത് അവർ ആത്മീയ ആചാര്യന്മാരാണ്. അവർക്കറിയാം എന്തിനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് അവർക്കറിയാം. നമ്മൾ അതിനെ പിൻപറ്റണം. അല്ലാതെ അത് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞതല്ലോ അതുകൊണ്ട് ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള വാദമൊന്നും പാടില്ല. അതിപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞ തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതും. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒന്നാണ്. അങ്ങനെ ചിന്തിച്ചാൽ നല്ലത്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരിലും വേറിട്ട് കാണണം. കാരണം അതിന് വ്യക്തി താല്പര്യങ്ങളുണ്ട്, സംഘടനാ അജണ്ടകളുണ്ട് എന്ന് നമുക്ക് കുറ്റം പറയാണ്ടതില്ല. കാരണം അവരെല്ലാവരും ഓരോരുത്തരും ഇപ്പം എനിക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ കൊടുക്കുന്നുണ്ടല്ലോ, ഈ രാജ്യം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരോടും നമുക്ക് വിരോധമൊന്നുമില്ല. നമ്മളെ ശത്രുവിനോട് പോലും നമുക്ക് വിരോധമില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പിന്നെ നമുക്ക് അവരോട് വിരോധം പോകും. അവർ നമ്മളെ ചിലപ്പോൾ ആക്ഷേപിക്കുന്നുണ്ടാവും, കുറ്റം പറയുന്നുണ്ടാവും. അതിനെ ഉൾക്കൊള്ളാനും പറ്റണം നമുക്ക്. ഉടനെ അവർക്കെതിരെ മറുപടിയായിട്ട് പോകരുത്. ഇപ്പം എന്നെ തന്നെ ആക്ഷേപിക്കുന്ന ഒരുപാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേര് അനാവശ്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോഴും പലർക്കും പല അഭിപ്രായങ്ങൾ പറയണം. ഞാനൊന്നിനും മറുപടി കൊടുക്കാൻ പോകില്ല. ആരെന്നാലും എൻ്റെ മുമ്പിൽ വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാം. ഞാൻ ബാധ്യസ്ഥനാണ്. എന്നോട് വന്ന് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാൻ. സൂഫികൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യം ലഭിക്കുന്ന രാജ്യം ഏതാണ്? ഇസ്ലാമിക രാജ്യത്താണോ അതോ ഇന്ത്യ പോലുള്ള മതേതര രാജ്യത്താണോ? ഞാൻ ഒരുപാട് രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല, കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം സൂഫികൾക്ക് ഏറ്റവും നല്ല സ്ഥലം ഇന്ത്യ രാജ്യമാണ് സൂഫികൾക്ക് ഏറ്റവും. കാരണം ആരും വന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കില്ല പെട്ടെന്നൊന്നും. ഈ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് മറ്റ് സമുദായത്തിലുള്ളവരാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഒട്ടുമിക്കതും ഈ സ്വന്തം സമുദായത്തിലുള്ളവർ തന്നെയാണ്. പിന്നെ അവരിപ്പോൾ ഒന്നും നമ്മളെ എതിർക്കാതെ ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിക്കാത്തത് ഇവിടുത്തെ നിയമത്തെ ഭയന്നുകൊണ്ടിട്ടാണ്. മനസ്സിലായി? നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ എന്നിട്ടും ഇവിടെ ചിലർ പറയുന്നത് അങ്ങനെയല്ല, ഇവിടെ വർഗീയത ഒരുപാടുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ? വർഗീയത ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ ഓരോ മാധ്യമങ്ങളിലൂടെയും നമ്മളെ അനുഭവങ്ങളിലൂടെയും ഇവിടെ എല്ലാ വിഭാഗങ്ങളിലും അത്തരക്കാരുണ്ട്. മുസ്ലിങ്ങളിലുണ്ട്, സകല ഹിന്ദുക്കളിലുണ്ട്, എല്ലാം ഒരു വിഭാഗമാണ്. അതൊക്കെ ന്യൂനപക്ഷമായ കുറച്ച് ആളുകളുണ്ട്. അതിൻ്റെ കേടുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളും നമ്മൾ അനുഭവിച്ചവർ തന്നെയാണ്.
അപ്പോൾ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അവരോടെല്ലാം നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ഷമാശീലരാവുക, ഐക്യം നിലനിർത്തുക, ചർച്ചകളിലൂടെ സംസാരത്തിലൂടെ എന്തുണ്ടെങ്കിലും പരിഹരിക്കുക. എല്ലാ മതവിഭാഗങ്ങളോടും നമ്മൾ ഒരാളെ കുറ്റം പറയാനുള്ളൂ, ഒരാളെ മാത്രം പറയാനുള്ള. അപ്പോൾ നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടായിരിക്കും, സംശയത്തിൻ്റെ നിഴലിലാണെങ്കിൽ കൂടി, ചിലപ്പോൾ സത്യമല്ലായിരിക്കാം, സംശയത്തിന് കൊണ്ടിട്ടാണെങ്കിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിലേക്ക് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എല്ലാവരും അതിനെക്കുറിച്ച് നല്ല സമാധാനപരമായി സംസാരിച്ചിട്ട് പരിഹാരം എന്താണെന്ന് നോക്കി പോകലാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബാബയുടെ MAGS എന്ന ഈ ഒരു സൂഫി സെൻറ്റർ കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് നൽകുന്ന സന്ദേശം, അവർക്ക് എന്ത് ഗുണങ്ങളുണ്ടാവും? ഇപ്പം ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഇത് തന്നെയാണ് എല്ലാവരോടും പറയണം. പിന്നെ അല്ലാതുള്ള ലാഹിറായിട്ടുള്ള കുറേ സാമ്പത്തിക സഹായങ്ങൾ, അതായത് അരി, വിദ്യാഭ്യാസം നൽകുന്ന കുട്ടികൾക്കുള്ള ബാഗ്, കിറ്റ്, അതൊക്കെ ഞങ്ങൾ വർഷം വർഷം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം 300 കുടുംബങ്ങൾക്ക് 10 കിലോ അരി വെച്ച് കൊടുത്തു, 200 കുട്ടികൾക്ക് ബാഗ്. ഇതെല്ലാം വർഷം ചെയ്യണം. അപ്പോൾ അത് ജാതി മതവും നോക്കിയിട്ടല്ല, എല്ലാ ആളുകൾക്കും ജാതി മതം നോക്കിയിട്ടല്ല. ജാതി മതം നോക്കിക്കഴിഞ്ഞാൽ നമ്മളും വർഗീയവാദിയായി പോകും. അല്ല, ഇവിടെയുള്ള പരിസരത്തുള്ള മെമ്പർമാർ, അതേപോലെ ആശാ വർക്കർമാർ, അവരൊക്കെയാണ് അതിൻ്റെ ആളുകൾ. കൂപ്പൺ കൊടുക്കും. അവർക്ക് കൊടുത്തേക്കുന്ന നിർദ്ദേശം സാധുക്കളായിട്ടുള്ള നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് കൂപ്പൺ കൊടുക്കുക, ജാതി മതം നോക്കരുത്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. വർഷവും ഇവിടെ വലിയ ഭക്ഷണമുണ്ട്, അന്നദാനമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് എടപ്പള്ളി, എൻ്റെ സ്വദേശം എടപ്പള്ളി വട്ടേക്കുന്നാണ്. അവിടെ നാട്ടിൽ അന്വേഷിച്ചാലും ഇതൊക്കെ 26 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യണം. പക്ഷെ അവിടുത്തെ സ്ഥല സൗകര്യത്തിൻ്റെ കുറച്ച് അപാകത കൊണ്ടിട്ടാണ് ഞങ്ങളിവിടെ കുറച്ച് സ്ഥലം എടുത്ത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും വരാനും നല്ല വിസ്താരമുണ്ട്. ഫുള്ള് അവിടെ എന്താ വെച്ചാൽ അവിടെ റോഡ് ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തി ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് ഇപ്പോൾ സന്തോഷമുണ്ട്. എന്തായാലും ബാബയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, ഒരുപാട് പേർക്ക് നന്മ ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ, ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ താങ്കൾക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി.